ഔ കളുലുമാതിൻ ഫീ ബഹ്രിൽ ലുജ്ജിൻ യഗ്ശാഹു മൗജുൻ മിൻ ഫൗഖിഹി മൗജുൻ മിൻ ഫൗഖിഹി സഹാബ് ളുലുമാതുൻ ബഅദുഹാ ഫൗഖ ബഅദ് ഇദാ അഖ്റജ യദഹു ലം യകദ് യറാഹാ വമൻ ലം യജ്അലില്ലാഹു ലഹു നൂറൻ ഫമാ ലഹു മിൻ നൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇസ്ലാമിനെ നിരാകരിക്കുന്ന, ഖുർആനിനെ നിരാകരിക്കുന്ന, തൗഹീദിനെ നിരാകരിക്കുന്ന ആളുകൾ ആഴക്കടലിലെ ഇരുട്ട് പോലെയാണ് അവരുടെ അവസ്ഥ. ഇരുട്ടിനുമേൽ ഇരുട്ടാണ്. ആർക്കാണോ അല്ലാഹു പ്രകാശം നൽകാത്തത് അവർക്ക് യാതൊരു പ്രകാശവുമില്ല. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മുഹമ്മദ് ഇബ്നു ജരീർ അത്ത്-തബരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ ശ്രദ്ധേയമായ കാര്യം, ഫകദാലിക ഖൽബു ഹാദൽ കാഫിരി അല്ലദീ മസലു അമലിഹി മസലു ഹാദിഹി الظുലുമാത് യഗ്ശാഹുൽ ജഹ്ലു ബില്ലാഹ് ബിഅന്ന അല്ലാഹ ഖതമ അലൈഹി ഫലാ യഖിലു അനില്ലാഹ് വഅലാ സമഇഹി ഫലാ യസ്മഉ മവാഇദ അല്ലാഹ് വജഅല അലാ ബസരിഹി ഗിശാവ ഫലാ യുബ്സിറു ബിഹി ഹുജജ അല്ലാഹ് ഫതിൽക ളുലുമാതുൻ ബഅദുഹാ ഫൗഖ ബഅദ്. അദ്ദേഹം പറയുകയാണ്, സത്യത്തെ നിഷേധിക്കുന്ന ഏതൊരാളുടെയും ഹൃദയത്തിൽ ഈ ഇരുട്ടുകൾ ഉണ്ടാകും. അതിലെ ഒന്നാമത്തെ ഇരുട്ട് അൽ ജഹ്ലു ബില്ലാഹ്, സൃഷ്ടാവായ അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള അജ്ഞതയാണ്. തന്റെ രക്ഷിതാവിനെ സംബന്ധിച്ചുള്ള അജ്ഞതയാണ്. മഅബൂദായ ഇലാഹിനെ സംബന്ധിച്ചുള്ള അജ്ഞതയാണ്. ആ അജ്ഞതയാണ് അടിസ്ഥാനപരമായി സംഭവിക്കുന്നതെങ്കിൽ പിന്നീട് ഹൃദയങ്ങൾക്ക് മുദ്രവെക്കപ്പെടും, കണ്ണുകൾക്ക് മുദ്രവെക്കപ്പെടും, കാതുകൾക്ക് മുദ്രവെക്കപ്പെടും. അല്ലാഹുവിന്റെ തെളിവുകളെ കാണാനോ മനസ്സിലാക്കാനോ ഉള്ള കാഴ്ച ശക്തിയില്ലാതെ അവൻ ഇരുട്ടിൽ തപ്പുന്നതാണ്. അതാണ് ഒന്നിനു മേൽ മറ്റൊന്നായ അന്ധകാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ അന്ധകാരത്തിൽ നിന്ന് സ്വയം രക്ഷപ്പെടാനും ഈ മുഴുവൻ ജനതയെയും രക്ഷപ്പെടുത്തുവാനും വേണ്ടിയാണ് പ്രകാശമാകുന്ന ഇസ്ലാമിനെ നാം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. അതേപോലെ തന്നെ മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞതായി നമുക്ക് തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. അദ്ദേഹം പറഞ്ഞു, ഫഹുവ യതഖല്ലബു ഫീ ഖംസിൻ മിനൽ ളുലം ഫകലാമുഹു ളുൽമ വഅമലുഹു ളുൽമ വമദ്ഖലുഹു ളുൽമ വമഖ്റജുഹു ളുൽമ വമസീറുഹു ഇല ളുലുമാതി യൗമൽ ഖിയാമത്തി ഇലൻ നാർ. അഞ്ചോളം ഇരുട്ടുകളിലാണ് മറ്റുള്ള ആളുകൾ ഉള്ളത്. അവർ സംസാരിച്ചാൽ അത് അറിവില്ലാത്ത സംസാരമാണ്, അതുകൊണ്ട് തന്നെ അത് ഇരുട്ടാണ്. അവർ പ്രവർത്തിച്ചാൽ അറിവിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവൃത്തിയല്ല, അതുകൊണ്ട് തന്നെ അത് ഇരുട്ടാണ്. അവർ പ്രവേശിക്കുന്നത് ഇരുട്ടിലാണ്, അവർ പുറത്തു വരുന്നതും ഇരുട്ടിലാണ്. ആ ഇരുട്ട് അവസാനം ഖിയാമത്ത് നാളിൽ ഇരുട്ടിലൂടെ സഞ്ചരിച്ച് സിറാത്തിലൂടെ സഞ്ചരിച്ച് കത്തിയാളും നരകാഗ്നിയിലേക്കായിരിക്കും അവർക്ക് പോകേണ്ടി വരിക. അങ്ങനെ പോവാതിരിക്കാൻ നമ്മുടെ സംസാരങ്ങളിൽ വെളിച്ചമുണ്ടാകണം, നമ്മുടെ പ്രവർത്തനങ്ങളിൽ വെളിച്ചമുണ്ടാകണം, നമ്മുടെ പ്രവേശന സ്ഥാനം വെളിച്ചമുള്ളതായിരിക്കണം, നമ്മൾ പുറത്തു കിടക്കുന്നതും വെളിച്ചമുള്ളതായിരിക്കണം. സകല മേഖലകളിലും ആ പ്രകാശം നമുക്കുണ്ടാകണം. അങ്ങനെയുള്ള ആ പ്രകാശത്തിന്റെ വക്താക്കളായി, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ജീവിതം നയിക്കുന്നവരായി നാം മാറേണ്ടതുണ്ട്. ഈ പ്രകാശം ലഭിക്കുന്നവർക്കൊക്കെ ആ ഒരു പ്രത്യേകമായ ജീവിതം ഉണ്ടാവുകയും ചെയ്യും.